ഹലോ ഫ്രണ്ട്സ്, NR മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് SBIയിലെ ഒരു റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് എക്സാമും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴിയാണ് ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതിലേക്ക് വരുന്ന വേക്കൻസി എന്ന് പറയുമ്പോൾ VP വെൽത്ത് SRM എന്ന് പറഞ്ഞ ഇതിലേക്ക് വേക്കൻസി വരുന്നത് 506 ടോട്ടൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ AVP വെൽത്ത് RM എന്ന് പറയുന്നതിലേക്ക് വരുന്ന വേക്കൻസി 206. കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് വരുന്നത് 284 വേക്കൻസിയാണ് വരുന്നത്. ഇതിൽ ഈ VP വെൽത്ത് SRM എന്ന് പറഞ്ഞാൽ അതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് പറയുന്നത് 26 വയസ്സ് മിനിമം, മാക്സിമം 42 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. AVP വെൽത്ത് RM എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏജ് എന്ന് പറയുമ്പോൾ 23 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ഇതിലേക്ക് 20 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വേക്കൻസിയും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം റീജിയനിലേക്ക് വരുന്നത് VP വെൽത്ത് എന്ന് പറഞ്ഞ ഇതിലേക്ക് വരുന്നത് 66 വേക്കൻസിയാണ്. പിന്നെ അതുപോലെ തന്നെ AVP എന്ന് പറഞ്ഞാൽ 11 വേക്കൻസിയാണ് വരുന്നത്. കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിലേക്ക് 35 വേക്കൻസി വരെ അതിലേക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ, അതായത് സാലറിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് VP വെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലേക്ക് സാലറിയും കാര്യങ്ങളും പറയുമ്പോൾ 44.70 ലാക്ക്, അതായത് 44 ലക്ഷം രൂപ. അത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇയർലി ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. 44 ലക്ഷം, ഏകദേശം ഒരു 3 ലക്ഷം എബോ സാലറിയും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം അതിന്. പിന്നെ അതുപോലെ AVP വെൽത്ത് RMന് ഏകദേശം 30.20, അതായത് ഒരു 2,50,000 ആ റേഞ്ചിലൊക്കെ ഏകദേശം സാലറിയും കാര്യങ്ങളൊക്കെ വരും. പിന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിന് ഏകദേശം ഒരു 40 to 50, എന്തായാലും 50-ന് മേലേക്ക് തന്നെയാണ് വരിക സാലറിയും കാര്യങ്ങളൊക്കെ വരിക. പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് 1, അതായത് VP വെൽത്ത് SRM എന്ന് പറഞ്ഞതിലേക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷൻ ഫ്രം ഗവൺമെൻറ് റെക്കഗ്നൈസ്, അതായത് ഏതെങ്കിലും ഒരു ഗ്രാജുവേഷനാണ് ഇവർ ചോദിക്കുന്നത്. പിന്നെ പ്രിഫേർഡ് MBA വിത്ത് 60% ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നും ചോദിക്കുന്നുണ്ട്. അതായത് MBAയിൽ ഒരു 60% മാർക്കോട് കൂടി പാസ്സായിരിക്കണം. രണ്ടാമത്തെ പോസ്റ്റ് നോക്കുകയാണെങ്കിലും ഗ്രാജുവേറ്റ് ഫ്രം ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഒരു ഗ്രാജുവേഷൻ തന്നെയാണ് രണ്ടാമത്തെ പോസ്റ്റിന് വരുന്നത്. അതായത് AVP വെൽത്ത് RM എന്ന് പറഞ്ഞ പോസ്റ്റാണ്. പിന്നെ വെയിറ്റേജ് വിൽ ബി ഗിവൺ കാൻഡിഡേറ്റ് വിൽ പോസ്റ്റ് ഇൻ ഫിനാൻസ്, അതായത് ഫിനാൻസിൻ്റെ ഏതെങ്കിലും ഭാഗം, അപ്പോൾ BCom ഫിനാൻസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സബ്ബായിട്ട് എടുത്ത ആൾക്കാർക്ക് ചെറിയൊരു വെയിറ്റേജ് ഉണ്ടാവും. പിന്നെ NISM-നും പിന്നെ CFA എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റൊക്കെ അവർ ഇതിൽ ചോദിക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഭാഗത്തുനിന്ന്. പിന്നെ ഇതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും 3 വർഷമാണ് പറയുന്നത്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഏതെങ്കിലും ഇതിൽ പ്രൈവറ്റ് ആയാലും കുഴപ്പമില്ല, അതിലൊരു 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അതും കൂടിയും കൂട്ടിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. മൂന്നാമത്തെ പോസ്റ്റാണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അത് പറയുമ്പോൾ എല്ലാവർക്കും ഏകദേശം കൊടുക്കാൻ പറ്റും. മൂന്നാമത്തെ പോസ്റ്റ് എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേറ്റ് ഫ്രം ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അതായത് ഏതെങ്കിലും ഒരു ഗ്രാജുവേഷനാണ് ചോദിക്കുന്നുള്ളൂ. പിന്നെ ഇതിന് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ പ്രിഫേർഡ് എക്സ്പീരിയൻസ് ഡോക്യുമെൻറ്റേഷൻ റിക്വയർഡ് ഫോർ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് ആൻഡ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വുഡ് ബി ഡിസൈറബിൾ, അതായത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്കും ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൽ മെയിൻലി അവർ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ ഇതിലൊരു വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് വേണം, അതായത് നമ്മളെ ജോബിൻ്റെ പർപ്പസിൻ്റെ വേണ്ടിയിട്ടായിരിക്കണം ഒരു ഡ്രൈവിംഗ് ലൈസൻസ് 2 വീലറിൻ്റെ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടത്. സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കിത് ഒരു ഇൻ്റർവ്യൂ, അതായത് വീഡിയോ കോളോ അല്ലെങ്കിൽ ടെലിഫോണിക്കോ ആയിട്ടുള്ള ഇൻ്റർവ്യൂ വഴിയാണ് നമ്മൾ ആദ്യത്തെ സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത്. ഇതിൽ ലിസ്റ്റ് ചെയ്ത ആൾക്കാരെ ഇൻ്റർവ്യൂവിന് വിളിക്കും. ഡയറക്റ്റായിട്ട് ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് അത് അവർ 100 മാർക്കിനാണ് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിൽ പാസ്സായ ആൾക്കാരാണ് മെറിറ്റ് ലിസ്റ്റിലും കാര്യങ്ങളിലൊക്കെ വരിക. അപ്പോൾ എല്ലാവരും മാക്സിമം ഇതിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്.